ഇൻഡോ US വ്യാപാര കരാറിൽ ധാരണയായെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ ഓഹരി വിപണിയിൽ വൻ കുതിപ്പ്. സെൻസെക്സ് 3000 പോയിന്റിലധികം കൂടി. വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രൻ ചെയ്യുന്നു. ശ്രീനാഥ്, റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ കുറച്ചാൽ പോരാ, അത് പൂർണ്ണമായി നിർത്തണം എന്നാവശ്യപ്പെടുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് സമ്മതിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പറയുന്നത്. അത് ഉള്ളതാണോ, പല കള്ളങ്ങളിൽ പോലെ കള്ളമാണോ എന്നൊക്കെ പ്രധാനമന്ത്രി തന്നെ വിശദീകരിക്കേണ്ട കാര്യമാണ്. എന്തായാലും അതുണ്ടായാലും ഇല്ലെങ്കിലും ഈ പറയുന്ന കരം വെട്ടിക്കുറയ്ക്കുമെന്നുള്ള പ്രഖ്യാപനം ഓഹരി വിപണിയിൽ നല്ല റെസ്പോൺസാണ് ശ്രീനാഥ്, അല്ലേ? %25 പകരം തീരുവ 18% കുറയുന്നു. റഷ്യ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ചുമത്തുന്ന 25% പിഴച്ചുങ്കം എടുത്തു കളയും. അപ്പോൾ അങ്ങനെ അതിനായി കടുത്ത നിബന്ധന ട്രംപ് മോദിക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. എന്ന് മാത്രമല്ല, റഷ്യൻ എണ്ണ വാങ്ങുന്നത് പൂർണ്ണമായി നിർത്തണം എന്ന ആവശ്യം നരേന്ദ്രമോദി അംഗീകരിച്ചു എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് തുടർച്ചയിലാണ് ഈ പറയുന്ന പിഴച്ചുങ്കത്തിൽ കുറവ് വരുത്തിയത്. അങ്ങനെ സെൻസെക്സ് ഇന്ന് മുഴുവൻ ഓഹരികളും മുന്നേറുന്ന കാഴ്ച നമ്മൾ കണ്ടു. 7.05% ഉയർന്ന അദാനി പോർട്സ് ഒന്നാമതേക്ക് എത്തുന്നത് കണ്ടു. ബജാജ് ഫിൻസർ, വിൻഡിഗോ, സൺഫാർമ, റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നിവയൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടായി. അങ്ങനെ മൊത്തത്തിൽ ഓഹരി വിപണിയിൽ വലിയ കുതിപ്പാണ്. ശ്രീനാഥ് ചന്ദ്രൻ ചെയ്യുന്നു. ശ്രീനാഥ്, അതിലിപ്പോഴും ഡീലിന്റെ ഉപാധികൾ എന്താണ് എന്ന് വ്യക്തമല്ലെങ്കിൽ കൂടിയും ഈ പറയുന്ന പിഴച്ചുങ്കം ഇല്ലാതാക്കുന്നത്, രൂപയുടെ മൂല്യത്തിൽ വർധനവുണ്ടാകുന്നതൊക്കെ ഓഹരി വിപണിയിലും വളരെ പോസിറ്റീവായ വളരെ പോസിറ്റീവായ പ്രതിഫലനം ഉണ്ടാക്കുകയാണ്. ശ്രീനാഥ്, തീർച്ചയായും ഹാഷ്മി, അമേരിക്ക നമുക്ക് മേൽ ഒരു പിഴച്ചുങ്കം ചുമത്തിയ അന്നു മുതൽ വ്യാപാര ചർച്ച കരാർ യാഥാർത്ഥ്യമാകുന്നത് വരെയുള്ള ദിവസങ്ങളിൽ വലിയ ആശങ്ക പ്രകടമാവുകയും വിപണിയിൽ വലിയ തിരിച്ചടി ഉണ്ടാവുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. സ്വർണത്തിൻ്റെ വിലയൊക്കെ വളരെ മുകളിലേക്ക് പോകുന്നതൊക്കെ ആനുപാതികമായി നമ്മൾ കണ്ടു. അങ്ങനെ ഒരു കരാർ യാഥാർത്ഥ്യമായതോടെ പിറ്റേന്ന് ഇപ്പോൾ കാണുന്നത് വൻ കുതിച്ചുചാട്ടമാണ്, വലിയൊരു ആവേശമാണ് ഇപ്പോൾ ഓഹരി വിപണിയിൽ കാണുന്നത്. ഇടയ്ക്ക് കുറച്ച് ലാഭമെടുപ്പ് കൂടി കാര്യമായി ഉണ്ടായതോടെയാണ് ഒരു കുതിപ്പ്. ഇപ്പോൾ സെൻസെക്സ് പരിശോധിക്കുമ്പോൾ 2.86% ഉയർച്ചയാണ്. അതൊരു ഘട്ടത്തിൽ 3000 കടന്ന നിലയിലൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു അല്പം കുറഞ്ഞു നിൽക്കുന്നു എങ്കിൽ പോലും 2.84% ഉയർന്നു നിൽക്കുന്നു എന്ന് പറയുന്നത് അതൊരു വലിയ കുതിച്ചുചാട്ടമാണ് ഓഹരി വിപണിയിൽ. അത് നിക്ഷേപകർക്കിടയിൽ വലിയൊരു ആവേശം ഈ കരാർ ഉണ്ടാക്കിയെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കമ്പനികൾ നമ്മൾ നോക്കിയാൽ വസ്ത്രങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ, അങ്ങനെ കയറ്റുമതി മേഖലയിലെ കമ്പനികളൊക്കെ തന്നെ വലിയ കുതിച്ചുചാട്ടം നേട്ടമുണ്ടാക്കുന്നു. അദാനിയുടെ കമ്പനികളെല്ലാം തന്നെ വലിയ നേട്ടമുണ്ടാക്കിയത് നമുക്ക് കാണാൻ കഴിയുന്നു. ഒപ്പം കിറ്റക്സ് പോലെയുള്ള കിറ്റക്സ് ഗാർമെൻസിൻ്റെ ഒക്കെ തന്നെ ഓഹരി വിപണിയിലെ ഓഹരി മൂല്യം അത് വലിയ തോതിൽ, അതായത് കയറ്റുമതിയെ ആശ്രയിക്കുന്ന കമ്പനികളൊക്കെ തന്നെ അതിൻ്റെ ഏറ്റവും മികച്ച പ്രകടനം, ഈ വർഷത്തെ ഏറ്റവും മികച്ച പ്രകടനത്തിൽ ഒന്ന് ഈ ദിവസം നടത്തുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. വിപണിയിൽ കഴിഞ്ഞ നാളുകളിലൊക്കെ ഉണ്ടായ ഒരു ആശങ്ക, അതിൻ്റെ പ്രധാന കാരണം മാറിക്കിട്ടുന്ന ദിവസം തന്നെ വിപണി വലിയ കുതിച്ചുചാട്ടം, അത് ഒരുപക്ഷെ ഇനിയും മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ഡോളറിനെതിരെ രൂപയുടെ പ്രകടനവും ഒരല്പം മെച്ചപ്പെട്ട് ഇന്ന് കാണാൻ വേണ്ടി കഴിഞ്ഞു. ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്ത സമയത്ത് ഇന്നലെ ക്ലോസ് ചെയ്തത് 90.51 രൂപ എന്നുള്ള നിലയിലായിരുന്നു. അത് രാവിലെ ആയപ്പോൾ 90.40 രൂപയായി കുറഞ്ഞു. അത് ഈ ഘട്ടത്തിൽ 90.27 എന്ന നിലയിൽ നിൽക്കുന്നു. അതായത് രൂപ കഴിഞ്ഞ കുറേ നാളുകളെ തിരിച്ചടി നേരിട്ട് അതിൻ്റെ മൂല്യം ഇടിഞ്ഞ് താഴേക്ക് പോകുന്ന സാഹചര്യത്തിൽ നിന്ന് ഇന്നിപ്പോൾ വ്യാപാര കരാർ കൂടി ആകുമ്പോഴേക്കും അത് കുറച്ചുകൂടി നില മെച്ചപ്പെടുത്തുന്നുണ്ട്. സ്വർണത്തിൻ്റെ വിലയിലും ആനുപാതികമായി കുറവ്. നേരത്തെ വ്യാപാര കരാർ യാഥാർത്ഥ്യമാകും വരെ ആ ചർച്ച നീണ്ടുപോകുന്ന സമയത്തൊക്കെ തന്നെ ആ ആശങ്ക സ്വർണ്ണ വിപണിയിൽ വലിയൊരു കുതിപ്പിന് കാരണമായിരുന്നു, വില വലിയ തോതിൽ കൂടുന്നതിന് കാരണമായിരുന്നു. അതിന്നിപ്പോൾ കുറയുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ആശങ്ക നിലനിന്ന കാലത്ത് എന്തൊക്കെ തിരിച്ചടി ഉണ്ടായോ അതിൻ്റെ നേരെ വിപരീതമായ കാര്യങ്ങൾ ഇന്നിപ്പോൾ വിപണിയിൽ നടക്കുന്നു. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.